സംസ്ഥാന സർക്കാർ ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രോട്ടോകോൾ ലംഘനം ആരോപിച്ച് പ്രധാനമന്ത്രി പങ്കെടുത്ത കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ രൂക്ഷമായ പ്രതികരണം. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെന്ന നിലയിൽ മുഖ്യമന്ത്രിയെ പരിപാടിക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. തനിക്കൊപ്പം ആരൊക്കെ പങ്കെടുക്കണമെന്ന പട്ടിക നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. പൊതുമരാമത്ത് മന്ത്രിയെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഔദ്യോഗികമായി അറിയിക്കാനുള്ള സമയമുണ്ടായിട്ടും സർക്കാർ അത് ചെയ്തില്ലെന്നും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. ഇനി മരുമകനെ കൂടി പ്രത്യേകം ക്ഷണിക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചു. വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറം ഔദ്യോഗിക മര്യാദകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രോഗ്രാംസും പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിനെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മുഖ്യമന്ത്രി തീരുമാനിക്കണം ആരെല്ലാമാണ് വരേണ്ടത്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ടെങ്കിൽ 7-8 ദിവസം മുമ്പേ എഴുതി സംസാരിച്ച് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ, ഇതെല്ലാം ഇലക്ഷൻ്റെ മുമ്പ് ശ്രദ്ധ തിരിക്കാൻ, ഇവിടെ എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു ഡെസ്പറേറ്റ് ആയൊരു പൊളിറ്റിക്കൽ തന്ത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിനു വേണ്ടി ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് റെയിൽവേ പ്രോജക്റ്റ്, ഹൈവേ പ്രോജക്റ്റ്, ഇതെല്ലാം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രോജക്റ്റാണ്. എങ്ങനെയെങ്കിലും ഇതിന് ശ്രദ്ധ തിരിക്കാൻ ഒരു വിവാദം സൃഷ്ടിക്കുക, അതാണ് ഇവരുടെ തന്ത്രം. തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ്. അതുവച്ച് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വികസന പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസന കാര്യങ്ങളിൽ സഹകരിക്കുന്നതിന് പകരം രാഷ്ട്രീയ ലാഭത്തിനായി വിവാദങ്ങൾ കുത്തിപ്പൊക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 7 ദിവസം മുമ്പ് തന്നെ പട്ടിക നൽകിയിട്ടും അവസാന നിമിഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിന്റെ തെളിവാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയെന്നാരോപിച്ചാണ് സർക്കാർ അനാവശ്യ വിവാദവുമായി രംഗത്തെത്തിയത്. എന്നാൽ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുമാണ് ബി.ജെ.പി. പക്ഷം. ജനം, കൊച്ചി.